ഹലോ, ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗ് കണ്ടാലോ? അപ്പം ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി കുറച്ച് ഷോപ്പിങ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടാറ്റ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവളെ ഞാൻ വീട്ടിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച്, പക്ഷേ അവൾ സമ്മതിച്ചില്ല. അവൾ കരഞ്ഞ് പിടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വണ്ടിക്കകത്ത് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് തുള്ളിക്കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കടയിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു കേട്ടോ. കുറേ പർച്ചേസൊക്കെ ചെയ്തപ്പോൾ പിന്നെ അവൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. ചൂടുകാലൊക്കെ അല്ലേ, അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രസ്സ് ഞങ്ങൾക്ക് അവൾക്ക് വേണ്ടി എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്രസ്സ് പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെ ഒരു കണ്ണാടി കണ്ടു. പിന്നെ കണ്ണാടി കണ്ട് നമ്മൾ ഇവിടെയല്ലോ. അങ്ങനെ കണ്ണാടിയൊക്കെ കണ്ടപ്പം അവനൊരു അതായത് എൻ്റെ അനിയന് ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു അവളുടെ കൂടെ. അപ്പം ഞങ്ങളെ കണ്ടിട്ട് അവന് 1 വർഷത്തോളമായി ഞങ്ങളെ കണ്ടിട്ട്. അപ്പം അങ്ങനെ അവൾ ഫോട്ടോയ്ക്ക് നിൽക്കുന്നില്ല. പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ നിന്നു. അപ്പോൾ അവന് ഫോട്ടോ എടുത്തു. അങ്ങനെ അവൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. എന്നിട്ട് അവൾ മുട്ടുകുത്തിയൊക്കെ നിന്നാണ് ഫോട്ടോ. അവനിരുന്നിട്ടും അവൾ മുട്ടുകുത്തി നിന്ന് ഫോട്ടോയ്ക്ക് നിന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഓരോ ജ്യൂസ് ഓർഡർ ചെയ്തു. ജ്യൂസ് നല്ല അടിപൊളി ഒരു ജ്യൂസായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2 ഐസ്ക്രീമും ഓർഡർ ചെയ്തു. അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് തന്നെ തിന്നണമെന്ന് വാശിയൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ബേക്കറിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോന്നു. ഇത് ഞങ്ങൾ പുതിയ വണ്ടിയായിട്ട് ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് പുതിയതായിട്ട് എടുത്താണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വാഹനം വേണമെന്നും, അതുപോലെ ഫാമിലിയായിട്ട് എവിടെയെങ്കിലും പോകണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നും പോകുന്നു ഓട്ടോയ്ക്കാണ്, എന്നാലും നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ ഓട്ടോ ഒക്കെ പോകുന്ന പോലെ മറ്റുള്ള എല്ലായിടത്തും നമുക്ക് അങ്ങനെ ഓട്ടോയും കൊണ്ട് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വണ്ടി എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് മടുത്ത് ഒരു വശമായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.